ലീകോക്കിന്റെ ലേഖനമാണ് ആർ ദ റിച്ച് ഹാപ്പി. ഇതിൽ സ്റ്റീഫൻ ലീകോക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം 1869 ജനിക്കുകയും 1944 വിടവാങ്ങുകയും ചെയ്തു. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ സ്റ്റീഫൻ PH ബട്ട്ലർ ലീകോക്ക് അല്ലെങ്കിൽ സ്റ്റീഫൻ ലീകോക്ക്, as he was more popularly known, was a Canadian writer. കൂടുതലും അദ്ദേഹം സ്റ്റീഫൻ ലീകോക്ക് എന്ന പേരിൽ മാത്രമാണ് പ്രശസ്തനായിരുന്നത്. അദ്ദേഹം ഒരു കനേഡിയൻ ടീച്ചറാണ്, പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റാണ്, ഒത്തിരി ഫലിതങ്ങൾ, നർമ്മങ്ങൾ എഴുതുന്ന വ്യക്തിയാണ്. He is best known for his light humor and his criticism of people's follies. മനുഷ്യരുടെ പോഷത്വങ്ങളെക്കുറിച്ച്, വിഡ്ഢിത്തങ്ങളെക്കുറിച്ച് വലിയ വിമർശനങ്ങളും ഫലിതോക്തി നിറഞ്ഞ നേർത്ത നർമ്മങ്ങളും ഒക്കെ പറയുന്നതിന് അദ്ദേഹം പ്രശസ്തനായി. His stories usually revolve around him and his life experiences. അദ്ദേഹത്തിൻ്റെ കഥകൾ മിക്കപ്പോഴും തൻ്റെ തന്നെ ജീവിതാനുഭവങ്ങൾക്ക് ചുറ്റിപ്പറ്റിയുള്ളതാണ്. Literary Lapses was his first collection of comic writings. അദ്ദേഹത്തിൻ്റെ ഫലിതം നിറഞ്ഞ എഴുത്തിലെ ആദ്യ സമാഹാരമാണ് ലിറ്റററി ലാപ്സ് എന്നത്. It was an instant success and received critical acclaim. അത് ഒരു ഇൻസ്റ്റന്റ് സക്സസ് ആയി മാറി, ഒപ്പം തന്നെ വിമർശന സാഹിത്യത്തിൽ ഇടം നേടി. Some of his other famous works include നോൺസെൻസ് നോവൽസ്. അദ്ദേഹത്തിൻ്റെ മറ്റു ചില പ്രശസ്തമായ കൃതികളാണ് നോൺസെൻസ് നോവൽസ് എന്നറിയപ്പെടുന്നവ. The Sunshine Sketches of a Little Town. The Sunshine, സൂര്യപ്രകാശം. Sketches of a Little Town, ഒരു കൊച്ചു പട്ടണത്തിൻ്റെ രേഖാചിത്രം. പിന്നെ ഹ്യൂമർ. He was a recipient of several awards and honors. ഒത്തിരി അവാർഡുകളും ഓണറുകളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ് ഈ പുസ്തകം, The Boy I Left Behind Me. The Boy I Left Behind Me is his incomplete autobiography. അത് പൂർണ്ണമൊന്നുമല്ല, അപൂർണമായ ഒരു ആത്മകഥാ രചനയാണ്. എഴുത്തുകാരൻ സ്റ്റീഫൻ ലീകോക്ക് കാനഡക്കാരനായിരുന്നു. അദ്ദേഹം ഒരു പൊളിറ്റീഷ്യനായിരുന്നു, ഒരു ഹ്യൂമാനിസ്റ്റ് ആയിരുന്നു, നർമ്മബോധമുള്ളയാളായിരുന്നു. തൻ്റെ നർമ്മബോധത്തിൻ്റെ പേരിലും മനുഷ്യരുടെ പോഷത്വങ്ങളെക്കുറിച്ചുള്ള വിമർശനങ്ങളുടെ പേരിലും അദ്ദേഹം അറിയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ കഥകൾ സാധാരണമായി സ്വന്തം ജീവിതാനുഭവങ്ങളെ ചേർന്ന് ഉള്ളവയാണ്. നർമ്മം സ്ഫുരിക്കുന്ന രചനകളിലൂടെ ലീകോക്ക് ഒരു സാഹിത്യ ലോകത്ത് പ്രതിഷ്ഠ നേടിയെന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ ആദ്യ സമാഹാരം അത്തരത്തിലുള്ളതാണ് ലിറ്റററി ലാപ്സ്. അത് ഉടൻ തന്നെ ഒരു വലിയ വിജയമായി, എല്ലാവരും അതിനെ വാഴ്ത്തുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ മറ്റ് പ്രസിദ്ധ കൃതികളാണ് The Sunshine, Sketches of a Little Town, Humor, Its Theory and Technique, Arcadian Adventures with the Ideal Rich തുടങ്ങിയവ. അനേകം അവാർഡുകളും ബഹുമതികളും അദ്ദേഹത്തിന് ലഭിച്ചു. പൂർത്തിയാക്കാത്ത ലീകോക്കിൻ്റെ ഒരു ആത്മകഥയാണ് The Boy I Left Behind Me. ഇനി എസ്സേയുടെ ഇൻട്രൊഡക്ഷൻ നോക്കാം. The essay under study was written in 1916. 1916 നമുക്ക് ഈ ലേഖനം എഴുതപ്പെട്ടത്, ഈ ഉപന്യാസം എഴുതപ്പെട്ടത്. And includes in the collection of Further Foolishness, Sketches and Satires on the Follies of the Day എന്ന സമാഹാരത്തിലാണ് ഇത് ഉൾപ്പെട്ടിട്ടുള്ളത്. It is a philosophical but humorous reflection on the idea of being rich. സമ്പന്നനായിരിക്കുക എന്ന ആശയത്തിലെ കുറിച്ച് ഫലിതം നിറഞ്ഞ ഒരു ആത്മകഥാംശം ഉള്ള, അല്ലെങ്കിൽ ഒരു ഫലിതം നിറഞ്ഞ ഒരു പ്രതിഫലനമോ ഒരു വിചിന്തനമോ ആണ്, തത്വചിന്താപരവും കൂടിയായുള്ള വിചിന്തനമാണ് ഇതെന്ന് പറയാം. The essay examines the intricacies involved when one is rich and how the affluent have a hard time staying affluent. സമ്പന്നരും സ്വാധീനരുമുള്ള ആൾക്കാർ ഒരു സമയത്ത് അവരങ്ങനെ ആണെന്ന് പറയുമ്പോൾ പോലും അവരുടെ ജീവിതത്തിൻ്റെ കഷ്ടതകൾ എത്രമാത്രമെന്ന് പറയുകയാണ് ഇതിൽ. ലീകോക്സ് യൂസ് ഓഫ് ഐറണി, അദ്ദേഹത്തിൻ്റെ വിരോധാഭാസ പ്രയോഗം, ആൻഡ് സർക്കാസം, പരിഹാസത്തിൻ്റെ പ്രയോഗം എല്ലാം മേക്സ് ഫോർ ആൻ ഇൻട്രസ്റ്റിംഗ് റീഡ്, നല്ല രസിച്ചുള്ള വായനയെ സഹായിക്കുന്നു. വൈൽ പോക്കിംഗ് ഫൺ അറ്റ് ദ റിച്ച്, സമ്പന്നന്മാരെ ഒരു വശത്ത് കൂടെ കളിയാക്കുമ്പോഴും ഇറ്റ് ഓൾസോ അലൗസ് ദ റീഡർ ടു കണ്ടംപ്ലേറ്റ് ഓൺ ഹൗ ദ റിച്ച് സീം ടു ബി അൺസാറ്റിസ്ഫൈഡ്. സമ്പന്നന്മാർ എന്തുകൊണ്ടാണ്, എപ്രകാരമാണ് അതൃപ്തരായിരിക്കുന്നത് എന്നുകൂടി അത്
ചിന്തയിൽ നമ്മെ ചിന്തിപ്പിക്കുന്നുണ്ട്. ഡെസ്പൈറ്റ് ഹാവിങ് എവറിത്തിങ് ആൻഡ് ദ പുവർ സീം സാറ്റിസ്ഫൈഡ് ഡെസ്പൈറ്റ് ഹാവിങ് വെരി ലിറ്റിൽ. സമ്പന്നന്മാർ എല്ലാം ഉണ്ടായിരുന്നിട്ടും അവര് എങ്ങനെയാണ് അതൃപ്തരായിരിക്കുന്നത് എന്നും, ഒപ്പം തന്നെ ദരിദ്രര് അവരുടെ പരിമിതികളിലും അവർ തൃപ്തരായിരിക്കുന്നത് എന്നും കാണിക്കുന്നു, ചിന്തിപ്പിക്കുന്നു. ഫർദർ ഫൂളിഷ്നെസ്, ദ സ്കെച്ചസ് ആൻഡ് സറ്റയേഴ്സ് ഓൺ ദ ഫോളീസ് ഓഫ് ദ ഡേ എന്ന സമാഹാരത്തിൽ ഉൾപ്പെടുത്തിയ 1916 എഴുതപ്പെട്ട ഒരു ഉപന്യാസമാണ്, എസ്സേ ആണ് ഇത്. സമ്പന്നനാകുന്നതിനെ പറ്റിയുള്ള ദാർശനികവും എന്ന് വെച്ചാൽ തത്വചിന്ത നിറഞ്ഞതും എന്നാൽ നർമ്മം തുളുമ്പുന്നതുമായ ഒരു എഴുത്താണ് നമുക്ക് പഠിക്കാനുള്ളത്. അതായത് ഫിലോസഫിക്കൽ ആൻഡ് ഹ്യൂമറസ് ഇൻ ടോൺ എന്നാണ് പറയുക. ധനവാനായിരിക്കുന്നതിന്റെ സങ്കീർണതകളെ പറ്റിയും പണം കാത്തു സൂക്ഷിക്കുന്നതിന്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ചും എല്ലാം സ്റ്റീഫൻ ലീകോക്ക് ഇവിടെ പരിശോധിക്കുന്നു. പരിഹാസവും വൈരുദ്ധ്യാത്മകതയും അദ്ദേഹത്തിന്റെ ഈ രചനയെ രസകരമാക്കുന്നു. ഐറണി, അതുപോലെ തന്നെ സർക്കാസം, ഇത് രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ ഈ റൈറ്റിങ്ങിനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത്. ഒപ്പം തന്നെ ധനികരെ ഒരു വശത്തു കൂടെ പരിഹസിക്കുന്നു. ഒപ്പം തന്നെ സമ്പന്നർ എപ്പോഴും അവരുടെ ആ അവസ്ഥയിൽ അതൃപ്തരാണ് എന്ന കാര്യത്തെക്കുറിച്ച് വായനക്കാരനെ കൊണ്ട് ചിന്തിപ്പിക്കാനും ഈ ഉപന്യാസകാരൻ ഇവിടെ ശ്രമിക്കുന്നുണ്ട്. ദരിദ്രരാകട്ടെ അവർക്കുള്ളത് കൊണ്ട് തൃപ്തിയായി കഴിയുകയും ചെയ്യും. ലീകോക്ക് begins by saying that he has not met any rich people as when he thought he had found them. ലീകോക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാ തുടങ്ങുക, താൻ ഇതുവരെ സമ്പന്നന്മാരെ കണ്ടിട്ടില്ലെന്ന്. കാരണം സമ്പന്നന്മാരാണ് എന്ന് താൻ കരുതിയ ആൾക്കാരൊക്കെ they turned out not to be rich at all. പിന്നീട് അന്വേഷിക്കുമ്പോഴല്ലേ അവർ സമ്പന്നരല്ല ഒട്ടും തന്നെ എന്ന് തിരിച്ചറിയുന്നത്. ഇൻഫാക്ട് സത്യത്തില് they seemed to be hard up for money. അവരാണെങ്കിൽ പണത്തിന് വേണ്ടി വലിയ കഷ്ടപ്പാട് പെടുകയാണ് എന്നാണ് പിന്നീട് മനസ്സിലായത്. ഈവൻ ദോസ് റൈഡിംഗ് ഹോം ഇൻ എ ലിമോസിൻ ഫ്രം an opera are pitched for money. ലിമോസിൻ കയറി വലിയ ഓപ്പറയൊക്കെ കാണാൻ പോകുന്ന ആളുകൾ സമ്പന്നന്മാരാണെന്നാണ് നമ്മുടെയൊക്കെ വിചാരം. പക്ഷെ അവരും പണത്തിന് വേണ്ടി വലിഞ്ഞു മുറുകുകയാണ്, അല്ലെങ്കിൽ ഞെരുക്കപ്പെടുകയാണ്, അക്കോർഡിംഗ് ടു ലീകോക്ക്. ലീകോക്കിന്റെ അഭിപ്രായത്തിൽ ലീകോക്സ് ഫ്രണ്ട് ഹു മേക്സ് $10,000 a year, ഒരു വർഷം $10,000 ഉണ്ടാക്കുന്ന ലീകോക്കിന്റെ സുഹൃത്ത് told him that he found it quite impossible to keep up with the rich. ഈ സമ്പന്നന്മാരുടെ കൂടെ പിടിച്ചു നിൽക്കാൻ നല്ല പ്രയാസമാണ് എന്ന് അദ്ദേഹം പറയുന്നു. Many others similarly make the same complaint. ഇതേ കംപ്ലൈന്റ് പറയുന്ന വേറെ ചില ആൾക്കാരുണ്ട്. അതായത് എ മാൻ ദാറ്റ് ലീകോക്ക് റെസ്പെക്ട്സ്, ലീകോക്ക് വളരെയധികം ബഹുമാനിക്കുന്ന ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹം മേക്സ് $50,000 a year, ഒരു വർഷം $50,000 ഉണ്ടാക്കുന്നത്. അദ്ദേഹം നിയമ വൃത്തിയിലാണ്. ഫ്രം ഹിസ് ലോ ഫേം, അദ്ദേഹത്തിന്റെ നിയമപരമായ സ്ഥാപനത്തിൽ. സേസ് ദാറ്റ്, അദ്ദേഹം പറയുന്നു, ഇറ്റ് ഈസ് ബെറ്റർ ടു സ്റ്റേറ്റ് ദാറ്റ് ഹി ഈസ് പുവർ, ഞാനൊരു ദരിദ്രനാണെന്ന് പറയുന്നതാണ് കൂടുതൽ നല്ലത് എന്ന്. ഇനി റോക്ക്ഫെല്ലറും ആൻഡ്രൂ കാർണേജിയും ഇങ്ങനെ തന്നെ പറയുന്നു. റോക്ക്ഫെല്ലർ സേസ് ദാറ്റ് ഇഫ് ഹി എവർ മെറ്റ് മിസ്റ്റർ കാർണേജി ഓർ മിസ്റ്റർ റോക്ക്ഫെല്ലർ, ലീകോക്ക് പറയുന്നു, അതായത് ഞാൻ എപ്പോഴെങ്കിലും മിസ്റ്റർ റോക്ക്ഫെല്ലറെയോ കാർണേജിയോ കണ്ടാൽ they would also have the same thing to say, അവർക്കും പറയാനുള്ളത് ഇതൊക്കെ തന്നെ ആയിരിക്കും എന്ന് പറയാം. അതായത് ഈ ആരാണ് ഈ റോക്ക്ഫെല്ലറും കാർണേജിയും? ബോത്ത് മിസ്റ്റർ കാർണേജി ആൻഡ് റോക്ക്ഫെല്ലർ വേർ ഇമ്മൻസ്ലി വെൽത്തി ഇൻഡസ്ട്രിയലിസ്റ്റ്. ഇവർ രണ്ടുപേരും അത്യധികം സമ്പന്നന്മാരായിട്ടുള്ള വ്യവസായികളാണ്. പക്ഷേ ബട്ട് ദേ ബിൽറ്റ് ദെയർ ഫോർച്യൂൺസ് ഇൻ ഡിഫറെന്റ് ഇൻഡസ്ട്രീസ്. രണ്ടുപേരും രണ്ട് മേഖലയിലാണ് വ്യവസായത്തിന്റെ. ഒരാൾ കാർണേജി സ്റ്റീൽ ഇൻഡസ്ട്രിയിലാണെങ്കിൽ റോക്ക്ഫെല്ലർ ഓയിൽ ഇൻഡസ്ട്രിയിലാണ്. എന്താവട്ടെ, ആഫ്റ്റർ സെല്ലിങ് കാർണേജി സ്റ്റീൽ ഒരിക്കലും വിറ്റു. അത് വിറ്റതിന് ശേഷം ഈ സർപാസ്റ്റ് ജോൺ ഡി റോക്ക്ഫെല്ലർ ആയിരുന്നു നേരത്തെ ഏറ്റവും വലിയ റിച്ചസ്റ്റ്. അയാളെ കടത്തിവെട്ടി എന്നാണ് പറയുക കാർണേജി, ആസ് ദ റിച്ചസ്റ്റ് അമേരിക്കൻ ഓഫ് ദ ടൈം, അന്നത്തെ കാലത്തെ ഏറ്റവും വലിയ സമ്പന്നനായ അമേരിക്കൻ. ഇനി ലീകോക്ക് ഡസ് അഗ്രി ദർ ആർ റിച്ച് പീപ്പിൾ ഔട്ട് ദർ ആസ് ഹി സീസ് ട്രേസസ് ഓഫ് ദം സംടൈംസ്. പക്ഷെ സമ്പന്നന്മാരൊക്കെ ഉണ്ട്, അവരുടെ ലക്ഷണങ്ങളും അംശങ്ങളും ഒക്കെ എനിക്ക് ചിലപ്പോഴൊക്കെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ലീകോക്ക്. ഫോർ എക്സാമ്പിൾ, ദ ജനേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കെട്ടിടത്തിന്റെ, ഒരു ബിൽഡിങ്ങിന്റെ അല്ലെങ്കിൽ പബ്ലിക് ഏരിയ, കോമൺ സ്പേസ്, അതൊക്കെ നോക്കി നടത്തുന്ന, മെയിൻറ്റെയിൻ ചെയ്യുന്ന, ക്ലീൻ ചെയ്യുന്ന, ജോലി ചെയ്യുന്ന ആളാണെന്ന് പറയാം, ഒരു കെയർ ടേക്കറെ പോലെ. ഓക്കെ, അപ്പോൾ ജനേറ്റർ ഇൻ ദ ബിൽഡിംഗ്, അദ്ദേഹത്തിന്റെ ആ ബിൽഡിങ്ങിലെ ജനേറ്റർ ഒരിക്കൽ പറഞ്ഞ കഥയാണ്. വെർ ഹി വർക്ക്സ് ഹി ഹാസ് ടോൾഡ് ഹിം ദാറ്റ്, അദ്ദേഹം ജോലി ചെയ്യുന്ന കെട്ടിടത്തിലെ അത് പറഞ്ഞതാണ്, ദ മാൻ ഹാസ് എ റിച്ച് കസിൻ ഇൻ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിൽ ആ മനുഷ്യന് ഒരു സമ്പന്നനായ കസിൻ ഉണ്ട് അത്രേ.
who is with the Southwestern Railway and gets 10 pounds a week. അയാൾ സൗത്ത് വെസ്റ്റേൺ റെയിൽവേയിലാണെന്നും ആഴ്ചയിൽ 10 പൗണ്ട് വീതം ആ മനുഷ്യന് കിട്ടുന്നുണ്ടെന്നും. But such cases have only been reported to him and he cannot verify them for himself. പക്ഷേ സ്റ്റീഫൻ ലീകോക്ക് പറയും, ഇതൊക്കെ മറ്റുള്ളവർ എന്നോട് പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങളല്ലാതെ ഞാൻ നേരിട്ട് ചോദിക്കുമ്പോൾ ഒരാളും താൻ സമ്പന്നനാണെന്ന് പറഞ്ഞു കേട്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഈ സത്യങ്ങളൊന്നും വെരിഫൈ ചെയ്ത് നോക്കാൻ, സത്യമാണെന്ന് പരിശോധിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ലീകോക്ക് പറയുന്നു. ലീകോക്ക് സ്പീക്സ് ഓഫ് റിച്ച് പീപ്പിൾ ആൻഡ് ഡിസ്കസസ് ഇഫ് ദേ ആർ ഹാപ്പി. സമ്പന്നന്മാരെ കാണുമ്പോൾ അവർ സന്തുഷ്ടരാണോ എന്ന് ചർച്ച ചെയ്യുമ്പോൾ ഈസ് ഡ്രോയിങ് കൺക്ലൂഷൻസ് ഫ്രം ദ പീപ്പിൾ ഹി സീസ് ആൻഡ് നോസ്. അയാൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് അഭിപ്രായങ്ങൾ എഴുതാറുണ്ട്. ലീകോക്ക് ബിലീവ്സ് ദാറ്റ് ദ റിച്ച് ഫേസ് ക്രൂവൽ ട്രയൽസ്. ലീകോക്ക് വിശ്വസിക്കുന്നത്, അതായത് സമ്പന്നന്മാരെപ്പോഴും അതിക്രൂരമായ പരീക്ഷണങ്ങൾക്ക് വിധേയമാകാറുണ്ട്. ആൻഡ് ബിറ്റർ ട്രാജഡീസ്, കൈപ്പേറിയ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങാറുണ്ട്. ഓഫ് വിച്ച് ദ പുവർ നോ നത്തിങ്. അതേക്കുറിച്ചൊന്നും പാവങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല എന്നുകൂടി പറയുന്നു. ലീകോക്കിന്റെ വിശ്വാസം അത് തന്നെയാണ്. ഹിയർ ലീകോക്ക് ഈസ് ഓഫ് കോഴ്സ് ബീയിങ് സർക്കാസ്റ്റിക്. ഇങ്ങനെ പറയുന്നത് കൊണ്ട് സമ്പന്നന്മാരുടെ ദുരിതം ഈ പാവങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല എന്ന് പറയുന്നത് കൊണ്ട് ലീകോക്ക് പരിഹസിക്കുകയാണ്, ആക്ഷേപഹാസ്യത്തോടു കൂടിയാണ് ഇത് പറയുന്നത്, സർക്കാസ്റ്റിക് ആവുകയാണ്. ദ റിച്ച് സഫർ ഫ്രം മണി ട്രബിൾസ്. പണത്തിന്റെ പ്രശ്നമാണ് എപ്പോഴും സമ്പന്നന്മാർ അലട്ടുന്നത്. ഓഫ് വിച്ച് ദ പുവർ നോ നത്തിങ്. അതേക്കുറിച്ച് പാവങ്ങൾക്ക് എന്തറിയാൻ. ദ പുവർ ക്യാൻ സിറ്റ് ഇറ്റ് ഹോം ആൻഡ് നോ നത്തിങ് ഓഫ് ദ ട്രബിൾസ് ഓഫ് ദ റിച്ച്. പാവപ്പെട്ടവർക്ക് ചുമ്മാ വീട്ടിൽ ഇരുന്നാൽ മതിയല്ലോ, സമ്പന്നന്മാരുടെ പ്രശ്നങ്ങളൊന്നും അവർക്ക് ഒന്നും അറിയില്ല. ലീകോക്ക് നോസ് ഓഫ് എ മാൻ നെയ്മഡ് സ്പഗ്. സ്പഗ് എന്ന് പറഞ്ഞ പേരായ ഒരു മനുഷ്യനെ ലീകോക്കിന് അറിയാം. ഹൂസ് ബാങ്ക് അക്കൗണ്ട് വാസ് ഓവർഡ്രോൺ ബൈ $20,000. $20,000 ആണ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഓവർഡ്രോ ചെയ്തിരിക്കുന്നത്. അപ്പാരന്റ്ലി ഇറ്റ് വാസ് ബോത്ത് ബോദറിംഗ് ഹിം ആൻഡ് ദ bank and called him to tell him of it, and he would now have to call his secretary to sell some bonds to cover the overdraft. അപ്പോൾ ഇത് ബാങ്കിന്റെയും ആ വ്യക്തിയുടെയും പ്രശ്നമാണ്. അതുകൊണ്ട് ബാങ്കിൽ നിന്ന് അയാളെ വിളിക്കാറുണ്ട്, എങ്ങനെയെങ്കിലും ഈ പ്രശ്നം പരിഹരിക്കണമെന്ന്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സെക്രട്ടറിയെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നമുക്ക് നമ്മുടെ കയ്യിലുള്ള ബോണ്ടുകൾ വിറ്റിട്ട് എങ്ങനെയെങ്കിലും ഈ ഓവർ ഡ്രാഫ്റ്റ് അടച്ചു തീർത്ത് ഓവർ ഡ്രാഫ്റ്റ് കവർ ചെയ്യണമെന്ന് പറയാൻ. ലീകോക്ക് തിങ്സ് ദാറ്റ് ഇറ്റ് ഈസ് awful as poor people never have to do such things. ലീകോക്ക് പറയാണ്, ഇത് പാവപ്പെട്ടവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യണ്ട എന്നുള്ളത് ഒരു വിചിത്രമായ കാര്യം തന്നെ എന്നും ലേഖകൻ പറയുന്നു. They might have to sell some furniture. പാവപ്പെട്ടവർക്ക് കടം വീട്ടേണ്ടി വന്നു കഴിഞ്ഞാൽ, പറ്റാതെ വന്നു കഴിഞ്ഞാൽ, നിക്കക്കള്ളിയില്ലാതെ വന്നാൽ വീട്ടിലുള്ള വല്ല ഫർണിച്ചറും വിൽക്കണം, അത്ര തന്നെ. ബട്ട് നോട്ട് ബോൺസ് ഫ്രം ദ ഡെസ്ക്. പക്ഷേ അവരുടെ ഡെസ്കിൽ ഇരിക്കുന്ന ബോണ്ട് വിൽക്കേണ്ട ആവശ്യം വരാറില്ല. മിസ്റ്റർ സ്പഗ് ഈസ് എ സെൽഫ് മെയ്ഡ് മാൻ. മിസ്റ്റർ സ്പഗ് ശരിക്കും പറഞ്ഞാൽ സ്വയം അധ്വാനിച്ച് ഉയർന്നു വന്ന മനുഷ്യനാണ്. Who says that the wealth he was made is a burden to him. താൻ ഉണ്ടാക്കിയ പണം തനിക്ക് ഇന്നൊരു ഭാരമായിരിക്കുകയാണ് എന്ന് പറയുന്ന രീതിയിലാണ് മിസ്റ്റർ സ്പഗിന്റെ കാര്യം. He said that he was much happier when he had only simple things in life. ജീവിതത്തിൽ വളരെ ലളിതമായ കാര്യങ്ങൾ മാത്രമേ എൻ്റെ പക്കൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ അതിസന്തുഷ്ടനായേനെ എന്ന് അദ്ദേഹം പറയുന്നു. He said this to Leacock sitting over a 9-course meal. ആ മനുഷ്യൻ, ആ ധനികൻ ലീകോക്കിനടുത്ത് പറഞ്ഞപ്പോൾ അയാൾ ആ നിമിഷം ഒരു 9 കോഴ്സുള്ള ഒരു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന മേശക്കരികിലായിരുന്നു. ലീകോക്ക് തോട്ട് ദാറ്റ് വെൽത്ത് കുഡ് ബി ഗിവൺ എവേ ഇഫ് ഇറ്റ് വാസ് എ ബർഡൻ. പണം ഒരു സമ്പത്ത്, ഒരു ഭാരമാണെങ്കിൽ അത് കളഞ്ഞുകൂടെ എന്ന് ലീകോക്ക് ചിന്തിച്ചു. ബട്ട് അപ്പാരന്റ്ലി ദാറ്റ് ഇസ് നോട്ട് ദ കേസ്. പക്ഷേ സത്യം അതായിരുന്നില്ല. വെൽത്ത് ഈസ് എ ഫോം ഓഫ് സോഷ്യൽ സർവീസ്. സമ്പത്ത് എന്ന് പറയുന്ന ഒരു തരത്തിൽ സാമൂഹ്യ സേവനമാണത്രേ. ഇറ്റ് ഈസ് എ മീൻസ് ഓഫ് ഹെൽപ്പിംഗ് അതേഴ്സ്. അതുണ്ടെങ്കിലാണ് നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ സാധിക്കുന്നത്. സ്പഗ് ഹാസ് സ്പോക്കൺ സോ ലോങ് ടു റിവീൽ ദിസ് ടോപ്പിക്. ഈ ടോപ്പിക്ക് വിശദീകരിക്കാൻ സ്പഗ് ഒരുപാട് കാലം സംസാരിച്ചു. ദാറ്റ് ഹിസ് ഹെൽപ്പേഴ്സ് ഹാവ് ഫോളൻ അസ്ലീപ്. അദ്ദേഹത്തെ സഹായിക്കുന്ന ആൾക്കാർ ഉറങ്ങിപ്പോയി. ഓർ ഫ്രോസൺ ടു ദർ സ്പോട്ട്. അല്ലെങ്കിൽ അവരുടെ ആ ഇരുന്ന സ്ഥലത്ത് തന്നെ അവർ തണുത്തുറഞ്ഞുപോയി. ലീകോക്ക് ഹാസ് സജസ്റ്റഡ് to Spug to donate his wealth to just causes. ലീകോക്ക് മിസ്റ്റർ സ്പഗിനോട് സജസ്റ്റ് ചെയ്തതാണ്, നീതിനിഷ്ഠമായ കാര്യങ്ങൾക്ക് വേണ്ടി താങ്കളുടെ പണം സംഭാവന ചെയ്തുകൂടെ, ഡൊണേറ്റ് ചെയ്തുകൂടെ. സച്ച് ആസ് പെൻഷൻസ് ഫോർ കോളേജ് പ്രൊഫസേഴ്സ്. കോളേജ് പ്രൊഫസർമാർക്കുള്ള പെൻഷൻ. ബട്ട് ദ മാൻ വാസ് ഡിനൈഡ് ഇറ്റ് സെയിങ് ദാറ്റ് their work is their reward. അധ്യാപകരോ, അവരുടെ ജോലി തന്നെ അവരുടെ പ്രതിഫലമാണ്. അവരുടെ സംതൃപ്തിയുള്ള ആ ജോലിയിൽ നിന്ന് കിട്ടുന്ന സംതൃപ്തിയാണ് ഏറ്റവും വലിയ പ്രതിഫലം. Leacock goes on to say that it is perhaps in the residence of the rich that their tragedies are enacted silently. അവരുടെ
ലീഗൊക്കെ തുടർന്ന് പറയുകയാണ് ചിലപ്പോൾ അവരുടെ വീടുകളിലായിരിക്കും റിച്ച് ആയിട്ടുള്ള ആൾക്കാർ അവരുടെ ട്രാജഡി ഏറ്റവും സൈലന്റ് ആയിട്ട് എനാക്ട് ചെയ്യുന്നത് എന്ന്.